നമ്മുടെ ഈസ്റ്റർ പ്രോഗ്രാമാണ് 2012 സജീവത്തിന് നിന്ന് നമുക്ക് നല്ലൊരു ഈസ്റ്റർ സന്ദേശം പള്ളിയിൽ കിട്ടിയിരുന്നു. എങ്കിലും ജ്ഞാനായ കൾച്ചറൽ അസോസിയേഷൻ്റെ ഒരു ഈസ്റ്റർ സന്ദേശം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനായി നമ്മൾ കാത്തിരിക്കുന്നു. അതുകൊണ്ട് സജീവന് ഒരു നല്ല ഈസ്റ്റർ സന്ദേശം തരുവാനായി വലിയ ക്ഷണിച്ചോളും. യോഗത്തിൻ്റെ അധ്യക്ഷനും ലൂക്കാസക്കനായ കൂട്ടായ്മയുടെ പ്രസിഡന്റുമായിരിക്കുന്ന ഷമി, UKKC പ്രസിഡന്റ് ലേവി, സെക്രട്ടറി മാധുക്കുട്ടി, വേദിയിലുള്ള UKKCയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയമുള്ളവരെ, 2 പ്രാവശ്യം ഞാനിന്ന് പ്രോട്ടോകോൾ തെറ്റിച്ചിരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഒരു മീറ്റിങ്ങിൽ ആദ്യമായിട്ട് പ്രസിഡന്റ് ആണ് സ്വാഗതം ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ഞാൻ എന്നെയാണ് സ്വാഗതം ചെയ്തത്. രണ്ടാമത് പ്രസിഡന്റ് അറ്റൻഡൻസിന് ശേഷമായിരിക്കണമായിരുന്നു എൻ്റെ പ്രോഗ്രാം. അത് ഞാൻ തെറ്റിച്ചിരിക്കുകയാണ്. പ്രോഗ്രാം ഇങ്ങനെ വന്നുകൊണ്ടാണ് അപ്പോൾ പ്രോഗ്രാം ചെയ്തതല്ല. പിന്നെ എനിക്ക് വേറൊരു ഇതുകൊണ്ട് ഇതിനകത്ത് എൻ്റെ ടൈം മാത്രം എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, അല്ലെങ്കിൽ അധികം സംസാരിക്കേണ്ട എന്നുള്ള കാര്യമാണ്. ഞാനതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാം ഈസ്റ്ററിൻ്റെ സന്ദേശങ്ങൾ പല രീതിയിൽ മനസ്സിലായതാണ്. അതുപോലെ തന്നെ ഇനി പ്രസിഡന്റ്, അതുപോലെ തന്നെ UKKC പ്രസിഡന്റ്, അങ്ങനെ നമ്മുടെ ഭാരവാഹികളുടെ എല്ലാവരുടെയും സന്ദേശങ്ങളും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ മംഗളങ്ങളും ഒക്കെ നമുക്കുണ്ട്. ഞാൻ ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന UKKCയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും അവർക്ക് അവരുടെ പ്രവർത്തനം ആരംഭിച്ച് ഏതാനും മാസങ്ങളായി അവരുടെ വലിയ പ്രവർത്തനങ്ങളിലേക്ക് നടക്കാനുണ്ട്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നൽകുന്നു. Presidential stage, Mr. Shamil Kanyapuri. സ്നേഹം നിറഞ്ഞ സജീവച്ച UKKC ഭാരവാഹികളെ, പ്രിയപ്പെട്ട ലൂക്കാസിൽ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഒരു ഈസ്റ്റർ കൂടി കടന്നു പോയിരിക്കുകയാണ്. നമ്മളെല്ലാ വർഷവും ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഈശോയുടെ പുനരുത്ഥാനമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈശോയുടെ പുനരുത്ഥാനമാണ്. ഈശോയുടെ പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് ക്രൈസ്തവ വിശ്വാസം ഇല്ല എന്ന് പറയേണ്ടി വരും. നമ്മുടെ ഇടയിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും സമാനമായി കൊടുക്കാറുണ്ട്. പക്ഷിയുടെ മുട്ട പൊട്ടി കുഞ്ഞി പുറത്തു വരുമ്പോൾ അത് ഒരു പുതിയ ജീവിതത്തിന് ആരംഭം കുറിക്കുകയാണ്. ഇരുളിനെ ഉപേക്ഷിച്ച് പ്രകാശപൂർണമായ പുതിയ ജീവിതത്തിലേക്ക് യാത്രയാകുന്ന സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. പുതിയ ജീവിതവും സമാധാനവുമാണ് ഈസ്റ്ററിന്റെ സന്ദേശം. തിരുവുത്ഥാനത്തിലൂടെ പുതിയ ജീവിതം നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വറീസ് ആണ്. ആശങ്കകൾക്ക് വിരാമം കൊടുത്തുകൊണ്ട് സമാധാനത്തിലൂടെ മുന്നേറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാദ്യം വേണ്ടത് നമ്മുടെ ഈ കൊച്ചു യൂണിറ്റിൽ പരസ്പരം യോജിപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ യോജിച്ച് നിന്ന് പരസ്പരം ക്ഷമിച്ച് പരസ്പരം സഹായം ചെയ്തുകൊണ്ട് സമാധാനത്തിൽ വർദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് അനുഭവമേക്കുമായി തീരണം. നമ്മുടെ ജീവിതത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും തിന്മയായിട്ടല്ല, മറിച്ച് അത് നന്മയുള്ള മാർഗമായി മാറ്റുവാനും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലും വേദനകളിലും
പങ്കുചേർന്നുകൊണ്ട് അവരെ നന്മയിലേക്ക് മാറ്റുവാനും നമ്മൾക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിലുള്ള സഹോദരന്മാർക്ക് നമ്മൾ രക്ഷയുടെ മാർഗമായി തീരുമ്പോഴാണ് യേശുവിൻ്റെ രക്ഷ നമുക്ക് അനുഭവവേദ്യമായി തീരുന്നത്. അങ്ങനെ ഈസ്റ്റർ നമുക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള മാർഗമായി തീർന്നു. ഇന്ന് ഇവിടെ നമ്മുടെ കൂടെ UKKC നേതൃത്വമുണ്ട്. ഈ വർഷത്തെ UKKC ആപ്തവാക്യം തനിമ നമ്മുടെ പൈതൃകം, ഒരുമ നമ്മുടെ വരദാനം എന്നാണ്. ജ്ഞാനായ മക്കൾ ലോകത്തിൽ എവിടെ ഇരുന്നാലും നമുക്ക് പൈതൃകമായി കിട്ടിയ തനിമ കാത്തു സൂക്ഷിക്കുന്നു. അത് വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുകയും വേണം. ജ്ഞാനായ മക്കളുടെ ഇടയിൽ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒരുമ എന്ന വാക്കിന് മൂല്യശോഷണം വന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന ഒരുമ നമുക്ക് വീണ്ടെടുക്കണം. എവിടെയായിരുന്നാലും ഏത് വിഷമഘട്ടത്തിലും ഏതൊരു നല്ല പ്രവൃത്തിക്കും നമ്മൾ ജ്ഞാനായ മക്കൾ ഒത്തൊരുമയോടുണ്ടെന്ന് ഈ സമൂഹത്തിനും ലോകത്തിനു മുന്നിലും നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിനും നമുക്കിടയിൽ നിന്ന് തന്നെയാണ് ആരംഭം കുറിക്കേണ്ടത്. ഇന്ന് നമ്മോടൊപ്പം ഈസ്റ്റർ സെലിബ്രേഷൻ പങ്കുചേരുവാൻ എത്തിയിരിക്കുന്ന UKKC നേതൃത്വത്തിന് അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വിവിധ ജ്ഞാനായ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്നവരാണ് അവർ. വിവിധ പ്രവർത്തന മണ്ഡലങ്ങളിൽ കഴിവ് തെളിയിച്ചവരാണ് ഈ ഇവര്. തീർച്ചയായും UKKC എന്ന മഹാവർഷത്തിന് താങ്ങും തണലുമേകും കഴിയും. തനിമയും ഒരുമയും കാത്തു സൂക്ഷിക്കുന്നതിന് അവർ ഓരോ ജ്ഞാനായ മക്കൾക്കും പ്രചോദനമാകട്ടെ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഈ കൊച്ചു ന്യൂക്കാസി യൂണിറ്റിന്റെ പിന്തുണ നൽകുന്നതാണ്. അവർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജ്ഞാനായക്കാർക്കും ഈശ്വരന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.